നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നാളെ 2026 ജൂൺ 20 ശനിയാഴ്ച ജ്യോതിഷപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ. ശുക്ലപക്ഷത്തിലെ ഷഷ്ടി തിഥിയും ചിങ്ങരാശിയിലെ ചന്ദ്രന്റെ സാന്നിധ്യവും ചില രാശിക്കാർക്ക് വലിയ ഉയർച്ചകളും ഭാഗ്യാനുഭവങ്ങളും നൽകുമ്പോൾ ചില രാശിക്കാർക്ക് കൂടുതൽ ജാഗ്രത ആവശ്യമായ സാഹചര്യം കാണുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നാളത്തെ ദിവസത്തിന്റെ പഞ്ചാംഗ വിശേഷങ്ങൾ, ശുഭമുഹൂർത്തങ്ങൾ, രാഹുകാലം, അഭിജിത്ത് മുഹൂർത്തം, ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്ന രാശിക്കാർ, ശ്രദ്ധിക്കേണ്ട രാശിക്കാർ, കൂടാതെ ദോഷപരിഹാര മാർഗങ്ങൾ എന്നിവയെല്ലാം വിശദമായി പരിചയപ്പെടാം. നാളെ സൂര്യോദയം രാവിലെ 6:02 സൂര്യാസ്തമയം വൈകുന്നേരം 6:49. ശുക്ലപക്ഷ ഷഷ്ടി തിഥിയാണ് നാളെ പ്രധാനമായും നിലനിൽക്കുന്നത്. ഈ തിഥി ധൈര്യത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. നക്ഷത്രം മകമാണ്. മകം നക്ഷത്രത്തിൽ ആരംഭിച്ച് പിന്നീട് പൂരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും. മകം നക്ഷത്രം അധികാരത്തിന്റെയും നേതൃത്വത്തിന്റെയും പ്രതീകമാണ്. അതേസമയം പൂരം നക്ഷത്രം കലാപരമായ കഴിവുകളും സൗഭാഗ്യങ്ങളും വർദ്ധിപ്പിക്കുന്ന നക്ഷത്രമായി കണക്കാക്കുന്നു. ബ്രഹ്മമുഹൂർത്തം രാവിലെ 4:10 മുതൽ 4:58 വരെയാണ്. അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 11:47 മുതൽ 12:35 വരെയാണ്. ഈ സമയം ഏറ്റവും ശക്തമായ വിജയമുഹൂർത്തങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും പ്രധാന കരാറുകളിൽ ഒപ്പിടാനും ജോലി സംബന്ധമായ നിർണായക തീരുമാനങ്ങൾ എടുക്കാനും ഈ സമയം ഉപയോഗിക്കാവുന്നതാണ്. രാഹുകാലം രാവിലെ 9:15 മുതൽ 10:52 വരെയാണ്. യമകണ്ഠകാലം ഉച്ചയ്ക്ക് 1:58 മുതൽ 3:35 വരെയാണ്. ഗുളികകാലം രാവിലെ 6:02 മുതൽ 7:38 വരെയാണ്. ഈ സമയങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് ഉചിതം. ഇനി നാളത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഗ്രഹം ലഭിക്കുന്ന രാശിക്കാരെ നമുക്ക് പരിചയപ്പെടാം. മേടം രാശി. മേടം രാശിക്കാർക്ക് നാളെ വലിയ ഉയർച്ചകളുടെ ദിവസമാണ്. ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങൾക്കും പരിഹാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കും. സാമ്പത്തികമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാം. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും കഴിയും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക. സൂര്യഭഗവാന് ജലം അർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ നാളെ വിശേഷപ്പെട്ട ദിവസമാണ്, അനുയോജ്യമായ ദിവസമാണ്. പ്രധാനപ്പെട്ട ഫയലുകളും അപേക്ഷകളും സമർപ്പിക്കാനും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് നാളെ. അടുത്തത് ചിങ്ങം രാശിയാണ്. നാളത്തെ ഏറ്റവും ശക്തമായ രാശികളിൽ ഒന്നാണ് ചിങ്ങം. ചന്ദ്രന്റെ അനുഗ്രഹം ഈ രാശിക്കാർക്ക് പ്രത്യേക നേട്ടങ്ങൾ നൽകുന്നതായി കാണുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കും. മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നാളെ ഉണ്ടാകും. കലാരംഗത്തുള്ളവർക്കും യൂട്യൂബ്, സോഷ്യൽ മീഡിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മികച്ച മുന്നേറ്റം നാളെ പ്രതീക്ഷിക്കാം. പൊതുജനങ്ങളിൽ നിന്ന് പ്രശംസയും അംഗീകാരവും ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. നിങ്ങൾക്ക് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ: നാളെ ലക്ഷ്മി ദേവിയെ നിങ്ങൾ പ്രാർത്ഥിക്കുക. മഞ്ഞയോ സ്വർണ്ണ നിറമോ ഉള്ള വസ്ത്രം ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. വ്യാപാര വികസന പദ്ധതികളൊക്കെ പുതുതായി ആരംഭിക്കുന്നവർക്കും അല്ലെങ്കിൽ ഒന്നുകൂടി ആരംഭിക്കുന്നവർക്കുമൊക്കെ വളരെ നല്ലതാണ്. അടുത്തത് ധനുരാശിയാണ്. ധനുരാശിക്കാർക്ക് സൗഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുന്ന ഒരു ദിവസമാണ് നാളെ. ദൂരയാത്രകൾ ഗുണകരമാകും. വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഇന്റർവ്യൂ, പരീക്ഷ, മത്സര പരീക്ഷ എന്നിവയിൽ വിജയം പ്രതീക്ഷിക്കാം. മതപരവും ആത്മീയവുമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ: വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഗുരുവിനെ സ്മരിച്ച് നാളത്തെ ദിവസം ആരംഭിക്കുക. പുതിയ പഠന പദ്ധതികൾ ആരംഭിക്കുന്നതിനും നല്ലതാണ്. അടുത്തത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് സമാധാനവും സാമ്പത്തിക പുരോഗതിയും ലഭിക്കുന്ന ദിവസമാണ് നാളെ. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് കൂടുതൽ ആകർഷിക്കപ്പെടും. സാമ്പത്തികമായി ആശ്വാസകരമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ: വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഒപ്പം തന്നെ അന്നദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അന്നദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. പാവപ്പെട്ടവർക്ക് കഴിയുന്ന സഹായങ്ങളൊക്കെ, വസ്ത്രങ്ങൾ നൽകാനൊക്കെ കഴിയുമെങ്കിൽ ചെയ്യുക. ഇനി നാളെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന ചില രാശിക്കാരുണ്ട്. അപ്പോൾ ആ രാശിക്കാരെ നമുക്ക് പരിചയപ്പെടാം. ഇടവം രാശിയാണ് അത്.
ചിലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക്. അനാവശ്യ കാര്യങ്ങളിൽ നിങ്ങൾ പണം ചെലവാക്കാതിരിക്കുക. നാളെ കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഒപ്പം അതുമൂലം മാനസിക അസ്വസ്ഥയും ഉണ്ടാകാം. സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ വാക്കുകളിൽ അല്പം നിയന്ത്രണം പാലിക്കുന്നത് വളരെ നല്ലതാണ്. നാളെ നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കാം. അതിലൊന്ന് ശനീശ്വരനെ പ്രാർത്ഥിക്കുക എന്നതാണ്. മറ്റൊന്ന് എള്ളെണ്ണ ദീപം തെളിയിക്കുക. കറുത്ത എള്ള് ദാനം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്കും നാളെ ചില ദോഷഫലങ്ങളുണ്ട്. ഒന്നാമത്തേത് മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. മറ്റൊന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ 2 തവണ ആലോചിച്ച് ചിന്തിച്ച ശേഷം എടുക്കുക. ജോലി സ്ഥലത്ത് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ സഹപ്രവർത്തകരുടെ അടുത്തു നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇതിനുള്ള പരിഹാര മാർഗം ശിവക്ഷേത്ര ദർശനം നടത്തുക. ഒപ്പം മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. പിന്നെ പാല് ദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നതാണ്. അടുത്തത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്കും നാളെ ചില ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു. ആർക്കും നാളെ പണം കടം നൽകുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക, ജാഗ്രത പാലിക്കുക. സുഹൃത്തുക്കളുമായിട്ടൊക്കെ അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യത കൂടി നാളെ കാണുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചില സംവാദ സദസ്സുകളിലോ ചർച്ച വേദികളിലോ ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കുക. നിങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാരം മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുക എന്നതാണ്. മറ്റൊന്ന് പശുവിന് ഭക്ഷണം നൽകാൻ ശ്രമിക്കുക. വെള്ളപ്പൂക്കൾ സമർപ്പിച്ച് നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ ഒക്കെ വെള്ളപ്പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അടുത്തത് മകരം രാശിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോലി ഭാരം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കാതിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അനാവശ്യ തർക്കങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകാനുള്ളൊരു സാധ്യത ദിവസം മുഴുവൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പരിഹാരം നേടാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് മുക്തി നേടാനുള്ള പരിഹാരം ഹനുമാൻ ചാലിസ ചൊല്ലുക എന്നതാണ്. പിന്നെ കാക്കകൾക്ക് ഭക്ഷണം നൽകാൻ കഴിയുമെങ്കിൽ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക. ശനീശ്വര മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇനി എല്ലാ രാശിക്കാർക്കും നാളെ ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാനും നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ച് സൗഭാഗ്യങ്ങളും സന്തോഷവും ഒക്കെ വരാനും ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, രാവിലെ എണീറ്റ് കുളിച്ച ശേഷം ഓം ശം ശനൈഞ്ചരായ നമ എന്ന മന്ത്രം 108 പ്രാവശ്യം നാളെ ജപിക്കുന്നത് എല്ലാ രാശിക്കാർക്കും നല്ലതാണ്. അവരുടെ ദോഷഫലങ്ങൾ കുറച്ച് ദൈവാനുഗ്രഹം നേടിത്തരും. അടുത്തത്, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നതും വളരെ നല്ലതാണ് നാളത്തെ ദിവസം. ഇതും എല്ലാ രാശിക്കാർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ എള്ളെണ്ണ ദീപം തെളിയിക്കുക. നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കും, പൂജാമുറിയിൽ അപ്പോൾ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ എള്ളെണ്ണ ദീപം തെളിയിച്ച് വിളക്ക് കത്തിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് എള്ളെണ്ണ നൽകുക എന്നതും വളരെ നല്ലതാണ്. ഇനി കാക്കകൾക്ക് ഭക്ഷണം നൽകുന്നതും നാളത്തെ ദിവസം എല്ലാ രാശിക്കാർക്കും ചെയ്യാവുന്നതാണ്. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും അനുഗ്രഹം വാങ്ങിയിട്ട് നാളത്തെ ദിവസം തുടങ്ങുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ കുറച്ച് നിങ്ങൾക്ക് സർവൈശ്വര്യം നൽകിത്തരും. ഇങ്ങനെ ചെയ്യുന്നത് ദിവസത്തിലെ തടസ്സങ്ങൾ കുറയ്ക്കാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. സുഹൃത്തുക്കളെ, നാളത്തെ ദിവസത്തിൽ മേടം, ചിങ്ങം, ധനു, മീനം രാശിക്കാർക്ക് പ്രത്യേക ഭാഗ്യാനുഗ്രഹം കണക്കാക്കപ്പെടുന്നുണ്ട്. ഇടവം, കർക്കിടകം, തുലാം, മകരം രാശിക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കുകയും നിർദ്ദേശിച്ച പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും ഉചിതമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നാളത്തെ ദിവസം ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു.